വഖഫ് നിയമ ഭേദഗതിയിലൂടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിലേക്ക് കടന്നുകയറാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി. വഖഫ് നിയമ ഭേദഗതിയിലെ വിവാദമായ 3 വകുപ്പുകളാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തിരിക്കുന്നത്. മുസ്ലിം വ്യക്തി അവകാശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റമടക്കം ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തവയിൽ ഉൾപ്പെടുന്നു. 3 വകുപ്പുകളാണ് സ്റ്റേ ചെയ്തതെങ്കിലും തങ്ങളുടെ നിയമപോരാട്ടം അംഗീകരിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഹർജിക്കാർ. അതേസമയം ചില വകുപ്പുകൾ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഇത് സർക്കാർ നിലപാട് ശരിവെക്കുന്നതാണ് എന്ന വിലയിരുത്തലാണ് കേന്ദ്ര സർക്കാർ. എന്തായാലും വിധി അന്തിമമല്ല എന്നും നിയമത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്ത കക്ഷികൾക്ക് കൂടുതൽ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് ഇത് തടസ്സമാകില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് കോടതി സ്റ്റേ ചെയ്തത്, എന്തെല്ലാമാണ് നിരീക്ഷണങ്ങൾ എന്ന് പരിശോധിക്കാം. വഖഫ് സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് സ്റ്റേ ചെയ്ത വകുപ്പുകളിലൊന്ന്. വഖഫ് സമർപ്പണത്തിന് ഒരാൾ 5 വർഷമായി ഇസ്ലാം മതം ആചരിക്കുന്ന വ്യക്തിയായിരിക്കണമെന്ന് നിയമ ഭേദഗതിയുടെ സെക്ഷൻ 3 വ്യവസ്ഥ ചെയ്തിരുന്നു. ഇത് പ്രകാരം വഖഫ് സമർപ്പിക്കുന്ന ആൾ ചുരുങ്ങിയത് 5 വർഷമായി ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇസ്ലാം മത വിശ്വാസപ്രകാരമാണ് ജീവിക്കുന്നത് എന്ന് തെളിയിക്കുകയും വേണം. ഈ വ്യവസ്ഥ സുപ്രീം കോടതി എടുത്തു കളഞ്ഞു. ഇനി മറ്റൊന്ന്, വഖഫ് ഭൂമി സംബന്ധിച്ച തർക്കം ജില്ലാ കളക്ടർ അന്വേഷിച്ചാൽ വഖഫ് ഭൂമി അല്ലാതാകുമെന്ന വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥയും സ്റ്റേ ചെയ്തിട്ടുണ്ട്. അധികാര വിഭജനത്തിന്റെ ലംഘനമെന്ന് കണ്ടാണ് കോടതിയുടെ ഇക്കാര്യത്തിൽ ഇടപെടലുണ്ടായിരിക്കുന്നത്. വ്യക്തിപരമായ പൗരന്മാരുടെ അവകാശങ്ങൾ വിധിക്കാൻ കളക്ടർക്ക് അനുവാദമില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം 2 കാര്യങ്ങളിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിട്ടുണ്ട്. വഖഫ് ബോർഡുകളിലേക്ക് അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുന്ന വ്യവസ്ഥ സ്റ്റേ ചെയ്തില്ല. എന്നിരുന്നാലും സാധ്യമാകുന്നിടത്തോളം ബോർഡിലെ എക്സ് ഒഫീഷ്യോ അംഗം ഒരു മുസ്ലിം ആയിരിക്കണമെന്ന് കോടതി നിഷ്കർഷിച്ചിട്ടുണ്ട്. കേന്ദ്ര വഖഫ് കൗൺസിലിൽ 4 സംസ്ഥാന വഖഫ് ബോർഡിൽ 3-ൽ കൂടുതലും അംഗങ്ങൾ അമുസ്ലിമായി ഉണ്ടാകരുത് എന്ന നിർദ്ദേശം കൂടി കോടതി നൽകി. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വകുപ്പിലും ഇടപെടാൻ കോടതി തയ്യാറായിട്ടില്ല. രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത് ഒരു പുതിയ വ്യവസ്ഥയല്ല എന്നും 1995-ലെയും 2013-ലെയും മുൻ നിയമങ്ങളിലും ഈ നിബന്ധന ഉണ്ടായിരുന്നുവെന്ന് നിരീക്ഷിച്ചാണ് ഈ വ്യവസ്ഥയിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചത്. ഏറ്റവും സുപ്രധാനവും വിവാദവുമായ 2 വകുപ്പുകൾ റദ്ദാക്കിയതിന്റെ ആശ്വാസത്തിലാണ് ഹർജിക്കാർ. കോടതി വിധി ആശ്വാസകരമാണ് എന്ന് കേസിൽ ഹാജരായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പ്രതികരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയ ലീഗ് അടക്കമുള്ളവരുടെ ആശങ്കകളിൽ കഴമ്പുണ്ട് എന്ന് കോടതി കൂടി അംഗീകരിക്കുകയാണ് എന്ന് സാദിഖ് അലി തങ്ങളും പ്രതികരിച്ചു. അതേസമയം ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നുണ്ടായ വിധി തങ്ങൾക്ക് തിരിച്ചടിയല്ല എന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ. അമുസ്ലിം അംഗങ്ങളുടെ നിയമനവും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ റദ്ദാക്കാത്തത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് തത്വത്തിൽ കോടതി അംഗീകരിച്ചതിന്റെ തെളിവായാണ് കേന്ദ്രം വിലയിരുത്തുന്നത്. തങ്ങളുടെ നിരീക്ഷണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ മാത്രമുള്ളതാണ് എന്നും നിയമത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്ത് കക്ഷികൾക്ക് കൂടുതൽ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് ഇത് തടസ്സമാകില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമം ലോക്സഭയിൽ ഏപ്രിൽ 3-നും രാജ്യസഭയിൽ ഏപ്രിൽ 4-നുമാണ് പാസാക്കിയത്. ഭേദഗതിയുടെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ്, AIMIM MP അസുദ്ദീൻ ഉവൈസി എന്നിവരുൾപ്പെടെ സുപ്രീം കോടതിയിൽ ഒരു കൂട്ടം ഹർജികൾ ഫയൽ ചെയ്തിരുന്നു. ഭേദഗതികൾ മുസ്ലിം മതസ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്ത് ലക്ഷ്യം വെക്കുന്നതും സ്വന്തം മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സമുദായത്തിന്റെ ഭരണഘടനാപരമായ അവകാശത്തിൽ ഇടപെടുന്നുവെന്നുമാണ് ഹർജിക്കാർ വാദിച്ചത്. ഭേദഗതിയെ പിന്തുണച്ചുകൊണ്ട് BJP അധികാരത്തിലുള്ള 6 സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയെ സമീപിച്ചു. ഹരിയാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അസം എന്നീ സംസ്ഥാനങ്ങളാണ് കക്ഷി ചേരാനുള്ള അപേക്ഷകൾ നൽകിയത്. ഇനി എന്താണ് വഖഫ് ഭേദഗതി എന്ന് നോക്കാം. തങ്ങളുടെ വലിയ ഭരണ നേട്ടമായി കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാട്ടിയ വഖഫ് ഭേദഗതി ഇക്കഴിഞ്ഞ ഏപ്രിൽ 3-4 തീയതികളിലായാണ് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയത്. വൈകാതെ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ഇത് നിയമമായി. ഇസ്ലാം മതവിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ ജീവകാരുണ്യവും ആത്മീയവുമായ ആവശ്യങ്ങൾക്ക് സമർപ്പിച്ച സ്വത്തുക്കൾക്ക് പറയുന്ന പേരാണ് വഖഫ് സ്വത്തുക്കൾ. ഇത്തരത്തിൽ വഖഫ് സ്വത്തുകൾ കൈമാറുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിരുന്നു ഭേദഗതി ബില്ലിലെ സുപ്രധാന മാറ്റം. വഖഫ് ബോർഡുകളിലേക്കുള്ള വഖഫ് സ്ഥാപനങ്ങളുടെ നിർബന്ധിത സംഭാവന 7% നിന്ന് 5% കുറയ്ക്കാനും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. 1 ലക്ഷം രൂപയിലേറെ വാർഷിക വരുമാനമുള്ള വഖഫ് സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാർ ഓഡിറ്റർമാരുടെ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നുകൂടി ബില്ലിൽ ഭേദഗതി ചെയ്തു. തർക്കങ്ങളിൽ വ്യവഹാരങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് ഒഴിവാക്കാൻ
വഖഫ് സ്വത്ത് തർക്കങ്ങളിൽ 1963 ലിമിറ്റേഷൻ ആക്ട് ബാധകമാക്കാനും നിയമം ഭേദഗതി ചെയ്തിരുന്നു. പുരാതന കാലം മുതൽ ഇന്ത്യയിൽ വഖഫ് എന്ന ആശയവും വഖഫ് ഭൂമികളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തുടക്കകാലങ്ങളിലൊന്നും ഇതിന് ഒരു നിയമ ചട്ടക്കൂടുണ്ടായിരുന്നില്ല. ഒരിക്കൽ സ്വത്ത് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാനോ ക്രയവിക്രയം ചെയ്യാനോ അനുമതിയില്ല. മുസ്ലിം ആരാധനാലയങ്ങളും അനാഥാലയങ്ങളും കബറിടങ്ങളും ദർഗകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള വഖഫ് ഭൂമികളിലാണ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി സുൽത്താന്റെ കാലത്ത് പള്ളി പണിയാൻ 2 ഗ്രാമങ്ങൾ വിട്ടു നൽകിക്കൊണ്ട് വഖഫ് എന്ന ആശയം ഇന്ത്യയിൽ ആരംഭിച്ചു. ഔദ്യോഗിക നിയമമൊന്നും നിലവിലില്ലാതിരുന്ന കാലത്ത് 1913 ബ്രിട്ടീഷുകാർ ദി മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന നിയമം കൊണ്ടുവന്നത്. പിന്നീട് 1923 വഖഫ് മാനേജ്മെന്റിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്താനായി മുസൽമാൻ വഖഫ് ആക്ടും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വഖഫ് നിയമത്തിന് ഏറ്റവും വലിയ ഭേദഗതി കൊണ്ടുവരുന്നത് 1995 അതിനു മുൻപ് 1954 ദി സെൻട്രൽ വഖഫ് ആക്ട് എന്ന നിയമം നിലവിൽ വരികയും വഖഫ് സ്വത്തുക്കളുടെ മേൽനോട്ടത്തിനായി സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡുകൾ കൊണ്ടുവരികയും കേന്ദ്രതലത്തിൽ വഖഫ് കൗൺസിൽ നിലവിൽ വരികയും ചെയ്തിരുന്നു. 1954 നിയമം അസാധുവാക്കി വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ളതായിരുന്നു 1995 ഏറ്റവും വലിയ ഭേദഗതിയായ ദി വഖഫ് ആക്ട്. പിന്നീട് 2013 ഈ നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. ഈ നിയമ ഭേദഗതി പ്രകാരമാണ് ഇതുവരെ ഇന്ത്യയിൽ വഖഫ് നിയമം നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഈ നിയമത്തിലും ഭേദഗതി കൊണ്ടുവരുന്നതായിരുന്നു 2024 ഓഗസ്റ്റിൽ മോദി സർക്കാർ വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പിന്നീട് ഇത് BJP MP ജഗദാംബിക പാൽ അധ്യക്ഷനായ നിയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി. കഴിഞ്ഞ ഫെബ്രുവരി 13 ബിൽ സംബന്ധിച്ച റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുന്നത്. ഏപ്രിൽ 3 ലോക്സഭയും 4 രാജ്യസഭയിലും അവതരിപ്പിച്ച ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ നിയമമായി. സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച 14 ഭേദഗതികളായിരുന്നു പുതിയ ബില്ലിൽ ഉണ്ടായിരുന്നത്.